രാമപുരത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ മാർക്കറ്റ് ആരംഭിക്കുന്നതിനുള്ള ആലോചനയിലാണെന്ന് രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്താറാം. കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് വില ലഭിക്കുന്നില്ല എന്നുള്ള പരാതി തീർക്കാൻ രാമപുരത്തെ കർഷകരെ മുൻനിർത്തി പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ രാമപുരത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ മാർക്കറ്റ് ആരംഭിക്കുന്നതിനുള്ള ആലോചനയിലാണെന്ന് രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്താറാം പറഞ്ഞു. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 40കളിലൊക്കെ അങ്ങ് വടക്കേ മലബാറിലൊക്കെ കർഷക പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായിട്ട് ഇടപെട്ടതും അത് സായുധ സമരത്തിൻ്റെ വരെ വക്കിലോട്ട് പോയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശക്തമായിട്ടുള്ള കർഷക പ്രസ്ഥാനങ്ങളില്ല. എന്നാൽ കർഷകരുടെ പേരിൽ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും കർഷകരുടെ സാധ്യതയ്ക്ക് സാഹചര്യത്തിനനുസരിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടത്ര വിജയിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളൊരു വിഭാഗമാണ് കർഷകർ. നമുക്ക് ഏവർക്കും അറിയാം നമ്മളിതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതാണ്. ആധുനിക രീതിയിൽ നമുക്ക് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വരുന്ന കർഷകന് അവൻ്റെ ജീവിതവും അധ്വാനവും ഈ മണ്ണിലോട്ട് വേർപ്പായിട്ട് ഓടിച്ചു പോവുക എന്നുള്ളതല്ലാതെ അതിനെ തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് രാമപുരം റോസറി ഗ്രാം സെന്റ് തോമസ് ഹാളിൽ വെച്ച് നടന്ന കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവർക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ സർക്കാർ സ്വകാര്യ സേവനങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പരിപാടിയിൽ ചർച്ച നടത്തി. കൃഷിവകുപ്പ് കോട്ടയം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സിബി തോമസ് കോയിപ്പിള്ളിൽ ക്ലാസ് നടത്തി. ബിനോയ് ഉടുപുഴ, ആൻഡോ വെട്ടിക്കൽ, വിശ്വൻ രാമപുരം, തിയോഡോഷ്യസ് ഇമ്മാനുവൽ ജൂലിയസ്, അഗസ്റ്റിൻ മാത്യു, സിറിൽ മാത്യു, ജീമോൻ കാരാടിയിൽ, ആന്റണി വെട്ടിക്കൽ, അഗസ്റ്റിൻ ടി.എ, സിബി തോമസ്, ടി.ജെ ജോസഫ് തോട്ടുങ്കൽ, എം.എ ജോസഫ് മുണ്ടപ്ലാക്കൽ, ടോം പുളിക്കച്ചാലിൽ എന്നിവരും പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.